നമസ്കാരം. നിമിഷപ്രിയയുടെ മോചനത്തിനാണ് പ്രാധാന്യമെന്നും വിവാദങ്ങൾക്കില്ലെന്നും ചാണ്ടി ഉമ്മൻ MLA. ഗവർണർ രാജേന്ദ്ര ആർലേക്കറും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമെല്ലാം നിർണായക ഇടപെടൽ നടത്തി. താൻ അമേരിക്കൻ സ്പീക്കർക്ക് പോലും കത്തെഴുതി. ബ്രിട്ടനിലെ മലയാളി MPയെ പോയി കണ്ടു. കേന്ദ്ര സർക്കാരിനെ ഇടപെടുവിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും കണ്ടു. അവിടെ ഇന്ത്യക്ക് അംബാസഡറില്ല. നയതന്ത്ര ഓഫീസിലെ രണ്ടാമൻ മലയാളിയാണ് അബു മാത്തൻ ജോർജ്. അദ്ദേഹവും നന്നായി ഇടപെടുന്നു. ബ്ലഡ് മണി കൊടുക്കാമെന്ന് താൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിൽ ശാശ്വത പരിഹാരം ഉണ്ടാകും. കാന്തപുരം പുറത്തുവിട്ടത് ആധികാരിക ഉത്തരവാണ്. ആരും ആരെയും കുറ്റപ്പെടുത്തരുത്. എല്ലാവരും ഒരുമിച്ച് പോകണം. നിമിഷപ്രിയ തിരിച്ചു വരണം. ഇത് എൻ്റെ അച്ഛൻ്റെ അവസാന ആഗ്രഹമാണ്. ഇന്നസെൻ്റ് ആണ് നിമിഷപ്രിയ. എല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കാം. ക്രെഡിറ്റും എല്ലാവർക്കുമാണ്. ഈ പറയുന്നത് ചാണ്ടിയുമ്മനാണ്. എല്ലാ വഴികളും നേടിയാൽ മാത്രമേ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകൂ എന്നും ചാണ്ടിയുമ്മൻ പറയുന്നു. ഇന്ന് നടപ്പാക്കാനിരുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ മാറ്റിവെച്ചിരുന്നു. ഇത് പ്രതീക്ഷയോടെയാണ് ചാണ്ടിയുമ്മൻ കാണുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയും വിദേശകാര്യ മന്ത്രാലയം, ഗവർണർ VR ആർലേക്കർ, സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്നിവയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. ആക്ഷൻ കൗൺസിലാണ് വധശിക്ഷ മാറ്റിവെച്ച വിവരം ഇന്നലെ ഉച്ചകഴിഞ്ഞ് അറിയിച്ചത്. വിദേശകാര്യ മന്ത്രാലയവും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഇത് സ്ഥിരീകരിച്ചു. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ കുടുംബത്തിന് ദയാദനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ചർച്ച ഇന്നലെ രാവിലെ പുനരാരംഭിച്ചു. യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിനോട് വിഷയത്തിൽ ഇടപെടാൻ കാന്തപുരം അഭ്യർത്ഥിച്ചിരുന്നു. ഇതും നിർണായകമായി. ഇതിനായി ഗവർണർ ആർലേക്കർ റെസ്റ്റ് പോലുമില്ലാതെ പ്രവർത്തിച്ചുവെന്നും ചാണ്ടിയുമ്മൻ പറയുന്നു. ഷൈഖിന്റെ നിർദ്ദേശപ്രകാരം തലാലിന്റെ ബന്ധുവും ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും യമൻ ഷൂറ കൗൺസിൽ അംഗവുമായ വ്യക്തി തലാലിന്റെ നാടായ ദമാറിലെത്തി. തുടർന്നുള്ള കൂടിക്കാഴ്ചയിൽ വധശിക്ഷ മാറ്റിവെക്കണമെന്ന കാന്തപുരത്തിന്റെ ആവശ്യം കുടുംബം അംഗീകരിച്ചു. ശിക്ഷ വിധിച്ച യമന്റെ അറ്റോർണി ജനറലും തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തി. വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ സനയിലെ ജയിൽ അധികൃതരുമായും പ്രോസിക്യൂട്ടറുടെ ഓഫീസുമായും നിരന്തരം ആശയവിനിമയം നടത്തി. മനുഷ്യനെന്ന നിലയ്ക്ക് തനിക്ക് കഴിയുന്നത് മാത്രമാണ് ചെയ്തതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. വധശിക്ഷ നീട്ടിവെച്ചതിൽ സന്തോഷമുണ്ട്. മനുഷ്യന് വേണ്ടി ഇടപെടണമെന്നതാണ് അവിടുത്തെ മതപണ്ഡിതരോട് ആവശ്യപ്പെട്ടത്. വിഷയത്തിൽ തുടർന്നും ഇടപെടും. ഇക്കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും അറിയിച്ചിട്ടുണ്ട്. യമൻ ജനതയ്ക്ക് സ്വീകാര്യരായ മുസ്ലിം പണ്ഡിതരെയാണ് താൻ ബന്ധപ്പെട്ടത്. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ചാണ്ടിയുമ്മൻ MLA കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തന്നെ സമീപിച്ചത്. ദയാദനത്തിന്റെ സമാഹരണവും ചാണ്ടിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും കാന്തപുരത്തെ അഭിനന്ദിച്ച സന്ദേശം അയച്ചിട്ടുണ്ട്. യമനിലെ സൂഫി പണ്ഡിതരുമായി അടുത്ത ബന്ധമുണ്ടെന്നറിഞ്ഞാണ് ചാണ്ടിയുമ്മൻ കാന്തപുരത്തെ ബന്ധപ്പെട്ടത്. യമനിൽ തരീമിൽ നിന്നുള്ള പണ്ഡിതൻ ഹബീബ് ഉമർ ബിൻ ഹഫീലുമായി കാന്തപുരത്തിന് ആത്മബന്ധമുണ്ട്. നിമിഷപ്രിയയുടെ വിഷയം അദ്ദേഹവുമായിട്ടാണ് കാന്തപുരം ചർച്ച ചെയ്തത്. മർക്സിന്റെ രാജ്യാന്തര സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹബീബ് ഉമർ മുൻപ് കോഴിക്കോട്ടെത്തിയിരുന്നു. 2004 മലപ്പുറം മേൽമുറി മദിൻ സ്വലാദ് നഗറിൽ അദ്ദേഹമാണ് മദിൻ അക്കാദമിയുടെ പ്രധാന കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. നിമിഷപ്രിയ തടവിൽ കഴിയുന്ന ഭാഗത്തെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ഈ പണ്ഡിതന് വലിയ സ്വാധീനമുണ്ട്. ദയാദനം വാങ്ങി നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യമാണ് കാന്തപുരം മുന്നോട്ട് വെച്ചത്. എന്നാൽ ആര് പണം കൊടുക്കുമെന്ന് അന്വേഷിച്ചു. ധനസമാഹരണം ഏറ്റെടുക്കാമെന്ന് ചാണ്ടിയുമ്മൻ അറിയിച്ചതായും കാന്തപുരം പറഞ്ഞു. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ പ്രതിസന്ധികളും ഏറെയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് വേണ്ടി യമനിൽ പ്രതിഷേധവും ശക്തമാണ്. ഈ സാഹചര്യത്തിൽ കരുതലോടെ നീങ്ങിയാൽ മാത്രമേ അനുകൂല തീരുമാനമുണ്ടാകൂ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പരസ്യ പ്രതികരണം ഒഴിവാക്കി വിദേശകാര്യ മന്ത്രാലയം കരുതലെടുക്കുന്നത്. യമനിൽ ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഇടയാക്കില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. അനാവശ്യ തർക്കങ്ങൾ മോചനത്തിനുള്ള ശ്രമങ്ങളെയും ബാധിക്കും. തിങ്കളാഴ്ച തന്നെ യമൻ പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നാണ് സൂചന. തലാലിന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുമെന്നാണ് വിവരം.